ഹായ് എവരി വൺ, എൻ്റെ പേര് ബിനി. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലെ ഏതാനും കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സോഷ്യൽ ഡെവലപ്മെൻറ്റും പേഴ്സണാലിറ്റിയും ഒക്കെ. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ശാരീരികവും മാനസികവും ആന്തരികവും ബാഹ്യവുമായിട്ട് പ്രകടമാകുന്ന ഒന്നാണ് എന്ത് പറയുന്നത് പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം വളരെ വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് അമേരിക്കൻ സൈക്കോ അനലിസ്റ്റ് ആയിട്ടുള്ള എറിക്സൺ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റിനെ കുറിച്ച്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? സൈക്കോ മീൻസ് നമ്മുടെ മാനസികമായിട്ടുള്ള, സോഷ്യൽ മീൻസ് സാമൂഹിക. അപ്പം മാനസിക സാമൂഹിക സിദ്ധാന്തം എന്താണ് എന്നാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം നമ്മളെല്ലാവരും എന്താണ് ജനനം മുതൽ മരണം വരെ ഓരോ കാലഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ എറിക്സൺ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമ്മൾ ഓരോ വ്യക്തിയും, അതായത് ജനനം മുതൽ മരണം വരെ 8 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഈ ഓരോ 8 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും, അഥവാ പ്ലസന്റ് പേഴ്സണാലിറ്റി എന്ന് പറയപ്പെടുന്നു. അതല്ല അയാൾ ഫെയിലിയർ ആവുകയാണ് എങ്കിൽ അതിനെ അൺഹെൽത്തി പേഴ്സണാലിറ്റി എന്നും ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഓരോ വ്യക്തിയും ജനനം മുതൽ മരണം വരെ ഓരോ കാലഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എറിക്സൺ പറയുന്നത് ഏജസ് ഓഫ് ക്രൈസിസ് ആണ്. 8 പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ട് എന്നാണ് എറിക്സൺ പറഞ്ഞിരിക്കുന്നത്. ആ 8 ഘട്ടങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ബേസിക് ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് ബേസിക് ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്. എന്ന് വെച്ചാൽ എന്താ? വിശ്വാസവും അവിശ്വാസവും, വിശ്വാസം വേഴ്സ് അവിശ്വാസം. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജ് എന്നാണ്. ഈ ഒരു വിശ്വാസം അഥവാ അവിശ്വാസം എന്ന് പറയുന്ന സ്റ്റേജിന് നമ്മൾക്ക് കൊടുക്കുന്നതാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബി, അതായത് നമ്മുടെ ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൽ ഒരു കുട്ടിക്ക് ഒരു പാരന്റിൽ നിന്ന് കിട്ടുന്ന കെയർ എത്രമാത്രമായിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാവുന്ന വിശ്വാസം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫീഡിങ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ജനിച്ചു കിടക്കുന്ന ഒരു കുട്ടിക്ക് മോട്ടോർ വികസനമൊന്നുമില്ല, ചാലക വികാസമൊന്നുമില്ല, അവന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ കുട്ടിയുടെ കെയർ ടേക്കേഴ്സ്, അതായത് മെയിനായിട്ട് അമ്മയാണ് വരുന്നത്. അപ്പോൾ അമ്മ എങ്ങനെയാണോ കുട്ടിയെ പരിപാലിക്കുന്നത്, ആ കുട്ടിയിൽ എത്ര വിശ്വാസം ആ കാലയളവിലുണ്ടാവും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മുന്നിലേക്കുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് ദ ബേസിക് ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്. Then the second one is autonomy versus shame doubt. Autonomy versus shame doubt. എന്ന് വെച്ചാൽ എന്താണ് autonomy versus shame doubt? സ്വാശ്രയത അഥവാ നാണം, ഷൈനസ്, നാണം, ജാളിത, ഇതൊക്കെയാണ് പറയുന്നത് ഡൗട്ട്. ഈ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് എന്ന് എറിക്സൺ പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേജിൻ്റെ പേരിന് ഓട്ടോണോമി വേഴ്സ് ഷൈനസ്. ഓട്ടോണോമി വേഴ്സ് ഷൈനസ്. ഈ ഒരു കാലയളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായത്തിലാണ് വരുന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിനെ നമുക്ക് ഏനൽ സ്റ്റേജ് എന്നും കൂടി പറയാം. ഈ ഒരു സ്റ്റേജിനെ നമുക്ക് എന്താണ് പറയുന്നത്? ഏനൽ സ്റ്റേജ്. അതായത് കുട്ടികൾ ചെറിയതായിട്ട് അവർക്കുടെ ചാലക വികാസം, മോട്ടോർ ഡെവലപ്മെന്റ് എല്ലാം സാധ്യമായി ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമുക്കറിയാം ചില കുട്ടികളെ പാരൻസ് എന്ന് പറഞ്ഞാൽ ഓവർ കെയറിങ് ആയിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? അവർ കുട്ടികളെ പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കാതെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും പിന്നീട് വരുമ്പോൾ കുട്ടികൾക്കൊരു തോന്നലായിരിക്കും, ഞാൻ ഇത് ചെയ്താൽ ശരിയാവുമോ, ഇത് കറക്റ്റ് ആണോ? അതാണ് ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു പാരൻറ്റിങ് ആണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് എങ്കിൽ ആ കുട്ടി എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ട് വളരും. ഈ ഒരു കാര്യങ്ങളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. എന്താണ്? ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് ഈസ് ഓട്ടോണോമി വേഴ്സസ് ഷൈനസ്. ദ തേർഡ് പോയിന്റ് ഈസ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്.
ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മുൻകൈ എടുക്കൽ അഥവാ കുറ്റബോധം. മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം. ഈ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഇനീഷ്യേറ്റീവ് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിന്. ഈ ഒരു കാലഘട്ടത്തിന് നമുക്ക് പറയാം പ്രീ സ്കൂൾ ഏജ് എന്ന് പറയാം. അതായത് 3 തൊട്ട് 6 വരെയുള്ള കുട്ടികൾ എന്ന് പറയുകയാണെങ്കിൽ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള പ്രീ സ്കൂളിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളുടെ പ്രത്യേകത തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? എന്തായിരിക്കും അങ്ങനെയുള്ള കുട്ടികളുടെ പ്രത്യേകത? അവരെല്ലാത്തിനും ക്യൂരിയസ് നേച്ചറാണ്. അവർ ഇൻഡിപെൻഡൻ്റ്, അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ, കൂടുതൽ കളിക്കാൻ, അവർക്കുടെ ആശയങ്ങൾ പുറപ്പെടുവിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാലയളവാണ് എന്തെന്ന് പറഞ്ഞേക്കാണ്ടെങ്കിൽ ഈ പ്രീ സ്കൂൾ കാലയളവ് എന്ന് പറഞ്ഞേക്കാണ്ടെങ്കിൽ. ഈ ഒരു കാലയളവിനെ നമുക്ക് അതുകൊണ്ട് തന്നെ പറയാം ഫാലിക്കോഡിയൽ സ്റ്റേജ് എന്ന് പറയണം. ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേഷൻ ആണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുട്ടി ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് ഭയങ്കരമായിട്ട് കുറ്റബോധം, ചെയ്യുന്ന എല്ലാം തെറ്റാണ്, ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും കുട്ടികളിൽ അനുഭവപ്പെടുന്നത്. അപ്പം നമ്മൾ കുട്ടികളെ അങ്ങനെ എപ്പോഴും എന്ത് ചെയ്യരുത്, ബ്ലെയിം ചെയ്യാൻ വരരുത്. മാനസിക അവസ്ഥയാണ് കുറ്റം. അപ്പം അതിനെ എല്ലാം ഓവർകം ചെയ്യുവാണ് എങ്കിൽ അവൻ എന്തായിരിക്കും, അവൻ ഹെൽത്തിയർ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുമെന്നാണ് എറിക്സൺ പറയുന്നത്. ദെൻ ദ 4th സ്റ്റേജ് ഈസ് അബൌട്ട് ഇൻഡസ്ട്രി കോമ്പിറ്റൻസ് വേഴ്സ് ഇൻഫീരിയോറിറ്റി. അതായത് ഊർജ്ജസ്വലത അഥവാ അപകർഷത. ഈ ഒരു സ്റ്റേജിനെയാണ് നമുക്ക് സ്കൂൾ ഏജ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ലേറ്റന്റ് പീരീഡ് എന്നും കൂടി പറയാം. ഇതിനെ എന്താണ് പറയുന്നത്? ലേറ്റന്റ് പീരീഡ് എന്ന് പറയാം. ഇതിന്റെ കാലയളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ലേറ്റന്റ് അഥവാ സ്കൂൾ ഏജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കുട്ടികൾ മുതിർന്നു അല്ലെ, പ്രീ സ്കൂൾ ഏജ് ഒക്കെ കഴിഞ്ഞു, കുട്ടികൾ സ്കൂൾ ഏജ് ആയി. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സ്വന്തം കൂടെ അല്ലെങ്കിൽ സെയിം ഏജ് ആയിട്ടുള്ള കുട്ടികളുമായിട്ട് കളിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കളികളിലേക്കും അതുപോലെ തന്നെ അവർക്കുടെ ലേണിംഗ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോകുന്ന ഒരു കാലയളവാണ് എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൽ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ, ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് കുട്ടികളോട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ എപ്പോഴും അവർക്കുടെ ഇതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ അവരെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ പോലും അവർക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ അവരൊക്കെ ഊർജ്ജസ്വലത നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അപകർഷതാബോധങ്ങൾ വരിക, അവർ ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ അവരെ നമ്മൾ മാക്സിമം മനസ്സിലാക്കി പെരുമാറേണ്ടതാണ്. അങ്ങനെയല്ല എങ്കിൽ വരുന്നതാണ് ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷതാബോധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവർ ഈ ഒരു സ്റ്റേജ് വരെ അവർ പോകുകയാണെങ്കിൽ, പാസ്സായെങ്കിൽ, ഓവർകം ചെയ്യാൻ അവർക്ക് പറ്റിയെങ്കിൽ അവർക്കുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നല്ല ഹെൽത്തി ആയിരിക്കും, പ്ലസൻ്റ് ആയിരിക്കും. ഓക്കെ. ദെൻ ദ 5th സ്റ്റേജ് ഈസ് ഐഡൻറ്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ. സ്വബോധങ്ങൾ അഥവാ സംശയങ്ങൾ. 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സ്വബോധം അഥവാ സംശയങ്ങൾ എന്ന് പറയും. ഇതിൻ്റെ അകത്ത് അവരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 12 മുതൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അതായത് ടീനേജിലേക്ക് കടന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് എന്താണ് ഈ സമൂഹത്തിൽ, ഞാൻ ആരാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവരിൽ തന്നെ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടമാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അവർക്ക് ഇതിനുള്ള ഉത്തരം സ്വന്തം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എങ്കിൽ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ ഹാപ്പി അല്ലെങ്കിൽ ഹെൽത്തി പേഴ്സണാലിറ്റിക്ക് ഉടമയാണ് എന്ന് പറയാം. സ്ട്രോങ് റിലേഷൻഷിപ്പ് അവർക്കുന്നു എന്ന് എറിക്സൺ പറയുന്നു. Then the 6th stage is about the intimacy versus isolation. The 6th stage is intimacy versus isolation. അതായത് ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇതെപ്പോഴാണ്? 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് സാധിക്കുന്നത്. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ആഴത്തിലുള്ള അടുപ്പം അഥവാ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഈ പീരീഡിനെ നമുക്ക് പറയാം ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയും. അതായത് ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ കണ്ടു അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുക, ഇതെല്ലാം സാധ്യമാകുന്നത് ഈ ഒരു കാലയളവിലായിരിക്കും. ഈ ഒരു കാലയളവിൽ സ്വന്തമായിട്ട്
ആ പാർട്ണറുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള കോണ്ടാക്ട്സ്, ഇതെല്ലാമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, തിക് ഫ്രണ്ട്ഷിപ്പ് എല്ലാം വളർന്നാൽ ആ ഒരു ടൈമിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് എറിക്സൺ പറയുന്നത്. ദെൻ 7th വൺ ഈസ് ജനറേറ്റിവിറ്റി ഓർ സ്റ്റാഗ്നേഷൻ. അത് സൃഷ്ടി അഥവാ മുരടിപ്പ്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. ഇതിനെ മിഡിൽ ഏജ് എന്ന് പറയുന്നു. ഇപ്പം ആരെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വരുന്ന തലമുറ, നമുക്ക് മക്കളൊക്കെ ഉണ്ടായി, ആ മക്കൾക്ക് നമ്മൾ നോക്കുവാനും അവർക്ക് വരുവാൻ വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് എന്താണ് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് അനുഭവത്തിലൂടെ അത് വെളിപ്പെടുത്താൻ പറ്റി എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അവർക്ക് ലൈഫ് എന്ന് പറഞ്ഞേക്കാണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിരിക്കും എന്ന് പറയാം. ഇതെല്ലാം അവർക്ക് ആ പേരൻറ്ഹുഡ് അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല, അതിനെയാണ് നമ്മൾ എന്താ പറയുക, സ്റ്റാഗ്നേഷനെയും ഒരു മുരടിപ്പ്, മടുപ്പ്, എല്ലാത്തിനോടും ഒരു മടുപ്പ് തോന്നുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയുന്നത്. ഇഫ് എനിവൺ ഡിഡ് നോട്ട് ഗെറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ദ റിസൾട്ട് ഈസ് സ്റ്റിൽനെസ്. ഒരു എന്താ പറയുക, ഒരു സ്തംഭനം ആയിരിക്കും അവിടെ വരുന്നത്. ദെൻ 8th വൺ ഈസ് അബൌട്ട് ദ ഈഗോ ഇൻറ്റഗ്രിറ്റി ഓർ ഡെസ്പൈറ്റ്. അതായത് മനസ്സന്തുലനം അഥവാ തകർച്ച. ഈഗോ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്, നമുക്ക് എല്ലാം തികഞ്ഞു, എല്ലാം ആയി എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഇതിനെയാണ് നമ്മൾ, ഈ ഒരു സ്റ്റേജിനെയാണ് എറിക്സൺ പറയുന്നത് ലേറ്റർ ലൈഫ് എന്ന് പറയുന്നത്, അതായത് വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും വാർദ്ധക്യം എങ്കിൽ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 7 സ്റ്റേജും നമ്മൾ ഹെൽത്തി ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് പാസ്സായി അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ആണ് എങ്കിൽ നമ്മുടെ വരുന്ന ഈ ഒരു കാലയളവ് എന്ന് പറഞ്ഞേക്കാണ് എങ്ങനെയായിരിക്കും, നമ്മുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് സക്സസ് ആയിരിക്കും. റിഫ്ലക്ഷൻ ഓഫ് ലൈഫ്. അപ്പോൾ ഈ പറയുന്ന 7 ഇതും പാസ്സാവണം, 7 സ്റ്റേജസും. അപ്പോൾ ഇതെല്ലാമാണ് എറിക്സൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. 8 കാലഘട്ടങ്ങളിലൂടെ, 8 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഓരോ വ്യക്തിയും പോകുന്നത്. ഈ 8 പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾക്ക് സക്സസ്ഫുള്ളായി പാസ്സാവാൻ പറ്റിയാൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എൻജോയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.